അസ്സലാമലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 4 വയസ്സുകാരനായ റഷാദ് എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ ഒരു കേസുമായിട്ടാണ് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ കുട്ടി ജന്മന സംസാരിക്കില്ല. അത് മാത്രമല്ല, ഇവന്റെ മജ്ജ മാറ്റിവെക്കലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം 1 വയസ്സു മുതൽ ഇവന്റെ ശരീരത്തിന് അതിന്റെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയാണ്. വിട്ടുമാറാത്ത പനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കളൊക്കെ ഈ പ്രായത്തിലുള്ള മക്കളുടെ ചിരിയും കളിയും അതൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ ആ 1 വയസ്സ് മുതല് ഈ കുട്ടി പനി പിടിച്ച് എന്നും കട്ടിലുമേ തന്നെയാണ്. ഏത് സമയത്തും പനി വരും. അതിനുള്ള മരുന്ന്, അതിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള മരുന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും, വീണ്ടും പനി തുടങ്ങും. അങ്ങനെ 3-3.5 വർഷമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങുകയാണ് ഈ കുടുംബം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഒരു തരത്തിലും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 3.5 വർഷത്തെ ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന വീടും സ്ഥലവും ഒക്കെ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, മജ്ജ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കറിയാം ഒരു 10-20 ലക്ഷം രൂപ ചെലവ് വരുന്ന കേസാണ്. മജ്ജ പുറത്തു നിന്നാണെങ്കിൽ അതിനേക്കാളും ചെലവ്. പക്ഷെ ഈ കുഞ്ഞിന്റെ മജ്ജ കൊടുക്കുന്നത് അവന്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ചെലവുകളോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല. ഒരു 15 ലക്ഷം രൂപയാണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് വേണ്ടി ചെലവായിരുന്നത്. പിന്നെ ഒരു 3-4 മാസത്തെ കൂടി ആകുമ്പോഴാണ് ഒരു 20 ലക്ഷം രൂപയോളം വരിക. ഇതിലേക്കൊന്ന് കാണിക്കും. ഇത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടിയുടെ സർജറിക്ക് വേണ്ട എസ്റ്റിമേറ്റ് ആണ് ഞാനിപ്പോ കാണിച്ചത്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് 15 ലക്ഷം രൂപ സർജറിക്ക് വേണമെന്നാണ്. അപ്പൊ കഴിയുന്ന ആളുകളെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. കാരണം ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. നമുക്കറിയാം ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ എന്താ കിട്ടുകയെന്ന്. അന്നാളെ കഴിഞ്ഞു പോകാനുള്ളത് തന്നെ കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും മാരകമായ ഒരു അസുഖം അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് ഒരു വഴിയുമില്ലാതെ ആ കുട്ടിയുടെ അസുഖവും എന്താ പറയാ അതിന്റെ പ്രയാസങ്ങളെയും ഇങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവന്റെ അസുഖം നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം മജ്ജ കൊടുക്കാൻ അവന്റെ ജ്യേഷ്ഠനുണ്ട്. അവന്റെ ഇക്ക അവന് മജ്ജ കൊടുക്കുമ്പോ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ആ കുട്ടിന്റെ മജ്ജ മാറ്റിവെക്കാൻ സാധിക്കും. ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. കാരണം എല്ലാ വീഡിയോസും ശരീരം മുഴുവൻ വ്രണങ്ങളായതോ അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് വല്ലാത്ത വിഷമം തോന്നുന്ന വീഡിയോക്കാണ് കൂടുതലും ആളുകൾ സഹായിക്കുക. പക്ഷെ അത്തരം അസുഖങ്ങളൊന്നും മാറാത്ത അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇതൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കേസുകളാണ്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാല് ഈ കുഞ്ഞിനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കഴിയുന്ന ആളുകൾ നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കണം. ഇവരുടെ ഫോൺ നമ്പറും ഇവരുടെ അക്കൗണ്ട് നമ്പറും ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിവിന്റെ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ കുടുംബത്തിന് സഹായങ്ങൾ എത്തിക്കണം. എത്രയോ രോഗികൾ നമ്മുടെ സഹായങ്ങൾക്ക് കിടക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് തീരുമ്പോൾ അടുത്തതിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. എല്ലാവരും സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.